നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പറവൂർ നിയമസഭാ സീറ്റ് CPM ഏറ്റെടുക്കും. ഇപ്പോൾ ഇടതുമുന്നണിയിൽ CPIയുടെ കയ്യിലിരിക്കുന്ന സീറ്റ് ഏറ്റെടുക്കാൻ CPM തീരുമാനിച്ചു കഴിഞ്ഞു. CPI അതിന് അംഗീകാരവും നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2001 മുതൽ ജയിച്ചു വരുന്ന സീറ്റാണ് പറവൂർ സീറ്റ്. CPMന് കനത്ത സ്വാധീനമുള്ള പറവൂർ സീറ്റ് ഇനി വെറുതെ CPIക്ക് കൊടുത്ത് നഷ്ടപ്പെടുത്തണ്ട എന്ന നിലപാടാണ് CPMനുള്ളത്. പറവൂർ സീറ്റ് നിലനിർത്തണമെന്ന ആഗ്രഹം CPIക്കുമില്ല. കാരണം CPIക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റിയ ശക്തരായ സ്ഥാനാർത്ഥികൾ ഇല്ല. VD സതീശനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ഇതുവരെയായിട്ടും ഇറക്കാൻ CPIക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ CPMനാകട്ടെ നിരവധി സ്ഥാനാർത്ഥികൾ പറവൂരിൽ ഉണ്ട് താനും. CPMൻ്റെ ഒരു കോട്ട എന്ന് വേണമെങ്കിൽ പറവൂരിനെ വിളിക്കാം. പക്ഷേ ഇടതുമുന്നണിയിൽ സീറ്റ് CPIക്കാണ്. CPIയുടെ P രാജുവും ശിവൻപിള്ളയും അടക്കമുള്ള നേതാക്കൾ അവിടെ നിന്നും പലതവണ ജയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് CPIയിലെ മന്ത്രിയായിരുന്ന KS ജോർജ് അടക്കമുള്ള ആളുകൾ, പിന്നെ കോൺഗ്രസിലെ AC ജോസ് മുൻ സ്പീക്കർ, ഇവരെല്ലാം പറവൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ളവരാണ്. ഏതായാലും VD സതീശനെ ഇനി അങ്ങനെ അങ്ങ് വിജയിക്കാൻ വിടണ്ട എന്നുള്ള നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുകയാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. പറവൂർ സീറ്റ് ഏറ്റെടുത്താൽ CPMന് മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താനും CPMൻ്റെ വോട്ടുകൾ പരമാവധി സമാഹരിക്കാനും സാധിക്കും. 2001 മുതൽ VD സതീശൻ ജയിച്ചു വരുന്നത്, പലപ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പറവൂരിൽ നിന്നും ജയിച്ചു വരുന്നത് CPIക്ക് അവിടെ കൊള്ളാവുന്ന സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് CPM പറയുന്നത്. ആ സീറ്റ് തങ്ങൾക്ക് നല്ല മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമാണത്രേ CPMനുള്ളത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ പറവൂർ സീറ്റ് വിട്ടുകൊടുക്കാൻ CPI തയ്യാറായിരുന്നില്ല. എന്നാൽ ഇത്തവണ സംഗതി കളി മാറുകയാണ്. CPIയുടെ 2-3 സീറ്റുകൾ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ പറവൂർ, മൂവാറ്റുപുഴ തുടങ്ങിയ സീറ്റുകൾ CPM ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഇടതുമുന്നണിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ വിജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ CPIൽ നിന്ന് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം CPMന് ഇനി കൂടുതൽ MLAമാരെ നിയമസഭയിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് VD സതീശനെ പോലൊരു നേതാവിന് ശക്തനായ പോരാട്ടം അദ്ദേഹത്തിനെതിരെ കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ വേണമെന്നും CPI ഇറക്കുന്ന ഡൂക്കിലി സ്ഥാനാർത്ഥികളെ കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നും ഇങ്ങനെ പോയാൽ അടുത്ത തവണ 50,000 വോട്ടിനെങ്കിലും സതീശൻ ജയിച്ചു കയറുമെന്നുമൊക്കെയാണ് CPM നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് പറവൂർ സീറ്റ് ഏറ്റെടുത്ത് CPMൻ്റെ കരുത്തരായ സ്ഥാനാർത്ഥികളെ ആരെയെങ്കിലും അവിടെ നിർത്തിയാൽ VD സതീശനെ പിടിച്ചു കെട്ടാമെന്നുള്ള വിശ്വാസത്തിലാണ് CPM. അതുപോലെ തന്നെ CPIയുടെ മറ്റു ചില സീറ്റുകളും CPM ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലുള്ള ചില സീറ്റുകൾ, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ സീറ്റുകൾ, ഇവയെല്ലാം ചാത്തന്നൂർ അടക്കമുള്ള സീറ്റുകൾ CPM ഏറ്റെടുക്കുമെന്നുള്ള സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും CPIയിൽ നിന്ന് 3-4 സീറ്റുകൾ CPM ഏറ്റെടുക്കും. അതിലൊന്ന് പ്രതിപക്ഷ നേതാവ്, അടുത്ത മുഖ്യമന്ത്രിയുമായിരിക്കുന്ന VD സതീശൻ മത്സരിക്കുന്ന പറവൂർ സീറ്റാണ്. പറവൂർ സീറ്റ് CPM ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായാലും അത്ര പെട്ടെന്ന് ജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പറവൂർ സീറ്റ് ഏറ്റെടുക്കാൻ, CPIയിൽ നിന്ന് ഏറ്റെടുക്കാൻ CPM തീരുമാനിച്ചു കഴിഞ്ഞു. CPM മികച്ച സ്ഥാനാർത്ഥികളുടെ 3 പേരുടെ ലിസ്റ്റ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു അറിയുന്നത്. അതിൽ ഒരാൾ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. കാരണം ക്രൈസ്തവർ അവിടെ ധാരാളമുണ്ട്. മറ്റൊരാൾ ഈഴവ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ഈഴവർ അവിടെ മഹാഭൂരിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ജാതീയമായ തന്ത്രങ്ങളും കമ്മ്യൂണൽ ബാലൻസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് CPM സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയാണെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് CPM വിശ്വസിക്കുന്നത്. ഏതായാലും VD സതീശനെതിരെ ഇനി അടുത്ത തവണ ഒരു CPM സ്ഥാനാർത്ഥിയായിരിക്കും പറവൂരിൽ മത്സരിക്കാൻ പോവുക.